നമസ്കാരം. ഷാർജയിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഭർത്താവിൽ നിന്നും കൊടും ക്രൂരതകളാണ് യുവതി നേരിട്ടതെന്നാണ് അതുല്യയുടെ അമ്മ വെളിപ്പെടുത്തിയത്. വിവാഹം കഴിച്ച നാൾ മുതൽ മകൾക്ക് സ്വസ്ഥതയുണ്ടായിരുന്നില്ല. ഭർത്താവ് സതീഷിൽ നിന്നും ക്രൂരപീഡനം ഏൽക്കേണ്ടി വന്നു. ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ താങ്ങാനാകാതെ വന്നപ്പോൾ മകളോട് ബന്ധം ഉപേക്ഷിക്കാൻ താൻ പറഞ്ഞിരുന്നുവെന്നും അമ്മ പറയുന്നു. വിവാഹം കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം മകൾക്ക് വിവാഹ സമ്മാനമായി നൽകിയ സ്വർണം സതീഷും അമ്മയും തൂക്കി നോക്കിയിരുന്നു. അന്ന് മുതൽ പ്രശ്നം തുടങ്ങിയതാണ്. അവന് ബൈക്ക് വാങ്ങാൻ പൈസയുമായി അവൻ്റെ വീട്ടിൽ പോയിരുന്നു. ഇഷ്ടപ്പെട്ട ബൈക്കാണ് വാങ്ങിക്കൊടുത്തത്. അവരുടെ ബന്ധുക്കൾക്കെല്ലാം അവരുടെ ഭാര്യയുടെ വീട്ടുകാർ കാർ സ്ത്രീധനമായി നൽകി. അവനും കാർ നൽകണമെന്ന് പറയുന്നുണ്ടായിരുന്നുവെന്നും അമ്മ പറഞ്ഞു. സതീഷ് സംശയരോഗിയായിരുന്നു. സൈക്കോയെ പോലെയാണ് അവൻ്റെ പെരുമാറ്റം. ബന്ധുക്കളോട് പോലും സംസാരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ജോലിക്ക് പോകാനും സമ്മതിച്ചിരുന്നില്ല. ഭർത്താവ് പുറത്തു പോകുമ്പോൾ വീട് പൂട്ടിയിട്ടാണ് പോയിരുന്നത്. വിവാഹബന്ധം വേർപെടുത്തിയാൽ സമാധാനമായി ജീവിക്കാൻ വിടില്ലെന്ന് സതീഷ് ഭീഷണിപ്പെടുത്തിയിരുന്നു. വിവാഹമോചനത്തിന് ശ്രമിച്ചെങ്കിലും 2 കൗൺസിലിംഗിന് ശേഷം ഇരുവരും ഒത്തുതീർപ്പിന് സമ്മതിക്കുകയായിരുന്നു. വീട്ടുകാരെ അറിയിക്കാതെ സുഹൃത്തുക്കൾക്കൊപ്പം സതീഷ് വന്ന് അതുല്യെ കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. കുട്ടിയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞാണ് അതുല്യ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാൻ മടിച്ചത്. മകളുടെ മരണം കൊലപാതകമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം. മകൾക്ക് നീതി കിട്ടണമെന്നും അതുല്യയുടെ അമ്മ പറഞ്ഞു. സതീഷ് എപ്പോഴും വീഡിയോ കോൾ വിളിക്കുമായിരുന്നുവെന്നും അതുല്യയുടെ സഹോദരി അഖില പറഞ്ഞു. അതുല്യയുടെ ഭർത്താവ് സതീഷ് ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നുവെന്ന് ബന്ധു രവീന്ദ്രനും വെളിപ്പെടുത്തി. ആരും അവളെ നോക്കാനോ അവൾ ആരോട് സംസാരിക്കാനോ ഒന്നും പാടില്ലായിരുന്നു. വിദേശത്തെത്തിയതിന് പിന്നാലെ അതുല്യയ്ക്ക് ചില സ്ഥലങ്ങളിൽ ജോലി ലഭിച്ചിരുന്നു. എന്നാൽ അതിനൊന്നും പോകാൻ സതീഷ് അനുവദിച്ചില്ല. കുട്ടിയുള്ളതുകൊണ്ട് എല്ലാം ശരിയാകുമെന്നാണ് കരുതിയതെന്ന് രവീന്ദ്രൻ പറഞ്ഞു. അതുല്യയുടെ മരണത്തിൽ സതീഷിനെതിരെ കൊലപാതക കുറ്റമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം ക്രൂരതകൾ തെളിയിക്കുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. സതീഷ് മദ്യത്തിനടിമയായിരുന്നുവെന്നും മദ്യപിച്ചു കഴിഞ്ഞാൽ അസാധാരണമായിട്ടാണ് പെരുമാറിയിരുന്നതെന്നും തെളിയിക്കുന്നതാണ് സുഹൃത്തിനയച്ച ശബ്ദരേഖ. ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇനി ആവർത്തിക്കില്ലെന്ന് പറയുകയും തനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ് വൈകാരികമായി സംസാരിച്ച സതീഷ് അതുല്യെ പിടിച്ചു നിർത്തുകയായിരുന്നുവെന്നും ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാണ്. അയാൾ കള്ളുകൂടി നിർത്താൻ പോകുന്നില്ല. നിർത്തുമായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കുഞ്ഞിൻ്റെ അടുത്ത് കുറച്ച് സമയം ചെലവഴിക്കുകയോ കളിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. അയാൾക്ക് അതൊന്നും അറിയില്ല. കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കാനോ ലാളിക്കാനോ അവരുടെ മനസ്സിൽ കയറിപ്പറ്റാനോ അറിയില്ല. കുഞ്ഞിൻ്റെ മുന്നിലിരുന്ന് അയാൾ കള്ളു കുടിക്കുന്നത് അവൾക്ക് ഇഷ്ടമില്ലാത്തതും അതുകൊണ്ടാണ്. സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ അതുല്യ പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് അവസാനമായിട്ട് ഒരവസരം കൂടി തരണമെന്നും എനിക്കിപ്പോൾ ആരുമില്ല, ഒറ്റപ്പെട്ടു നിൽക്കുകയാണ്, ഞാൻ ഇവിടെ കിടന്ന് ചാകത്തേ ഉള്ളൂവെന്ന് പറഞ്ഞ് സതീഷ് അതുല്യെ പിടിച്ചു നിർത്തുകയായിരുന്നുവെന്നും പുറത്തുവരുന്ന സന്ദേശത്തിൽ വ്യക്തമാണ്. ഞാൻ എതിർത്തായിരുന്നു സംസാരിച്ചത്. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കേണ്ട താല്പര്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അച്ഛനും അപ്പച്ചയും കൊച്ചച്ഛനും അവരെല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, ഇനി അവൻ അവിടെ കിടന്ന് ചത്തു കഴിഞ്ഞാൽ അത് നിന്റെ തലയും കൊണ്ടുപോകും. സതീഷിൻ്റെ സുഹൃത്ത് ഹരി വിളിച്ചിട്ട് അയാൾ ഇനി തെറ്റൊന്നും ചെയ്യത്തില്ല, ഒരവസരം കൂടി കൊടുത്തുകൂടി എന്ന് ചോദിച്ചു. എല്ലാവരുടെ അടുത്തും ഇയാൾ വിളിച്ച് കാല് പിടിച്ച് സംസാരിച്ചു. അപ്പച്ചയും കൊച്ചച്ഛനും എല്ലാവരും നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, മാറ്റമില്ലെങ്കിൽ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. അമ്മ മാത്രമേ ഉള്ളായിരുന്നു എതിരെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു.